അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഈ ചീട്ടിങ്ങനെ ചാക്ക് പിടിച്ചിട്ട് ഇങ്ങനെ 2 ചാക്ക് എടുത്ത് എന്റെ പുറത്ത് വെച്ചാൽ മറ്റു ചാക്ക് ഞാൻ കടിച്ചു പിടിച്ചോട്ട്. ശ്രീലങ്കൻ ലവേറിയ എന്ന് പറയുന്ന ഒരു സാധനം. ഇതാണ് ടാസ്ക്. രസമുണ്ട്. ഇനി മത്സരങ്ങളുണ്ടല്ലോ. ഇനി ഒരു മത്സരമില്ലേ, കഴിഞ്ഞു മോനെ. വെടുപ്പാക്കാൻ സമയം ഉണ്ടായിരുന്നു, പക്ഷെ നേരം കിട്ടിയില്ല. നമ്മുടെ ഈ പ്രദേശല്ലേ ഒരു യുദ്ധക്കളം പോലെയാണ്. ഒരു എണ്ണയാണ് അച്ഛൻ ഉപയോഗിച്ചിരുന്ന എണ്ണ കുപ്പിയാണ്. എന്തുകൊണ്ട് അമ്മ ഇങ്ങനെ കണ്ടമാനം ഓലക്കുടി കെട്ടിയിരിക്കും. നോക്കി സരിതേ ഇവിടെ മാമ്പഴം കാര്യം പറഞ്ഞനുസരിക്കില്ലെങ്കിൽ എന്തുണ്ട് ചെയ്യാ? ഈ സാധനങ്ങൾ കുഴിച്ചിട്ടു. നിങ്ങൾ കേക്ക്. നമ്മുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ പണി കഴിഞ്ഞു, അതിൽ കുളിച്ചു, നല്ല രസകരമായിരുന്നു. പക്ഷേ അത് പണി കഴിഞ്ഞോടി നമ്മുടെ ഈ പ്രദേശല്ലേ ഒരു യുദ്ധക്കളം പോലെയാണ്. സ്വിമ്മിംഗ് പൂളിന്റെ പണി കഴിഞ്ഞോണ്ടല്ല, അല്ല മതില് ഹൈറ്റ് കൂട്ടല്, അതിന്റെ പിന്നാലെ നടന്ന പെയിന്റിങ്, അതിന്റെ പിന്നാലെ അത് ചെയ്തു, അതിന്റെ പിന്നാലെ പിന്നെ ഇതിന്റെ ഇടയിൽ ഇതൊക്കെ ഇറക്കി വെച്ചു. അങ്ങനെ കുറെ പണികൾ ചെയ്തപ്പോഴാണ് ഇവിടെ ആകെ ഇങ്ങനെ ചെയ്ത് ഒക്കെ നാശം. ഇവിടെയൊക്കെ നിറയെ സാധനങ്ങൾ ഇടുന്നുണ്ട്. അതൊക്കെ സിമെന്റ് ചാക്ക്, അത് ഇത്, പിന്നെ ഇപ്പുറത്ത് കുറേ സിമെന്റ് പാത്രങ്ങൾ, അത് ഇതൊക്കെ. അയ്യോ നോക്കി സരിതേ ഇവിടെ മാമ്പഴം 2 ഉണ്ടായിരുന്നല്ലോ. 2 ഉണ്ടായിരുന്നു. അതിന്റെ എണ്ണ ഉണ്ടായിരുന്നു. 2 ഉണ്ടായിരുന്നു. എന്താ അല്ല അതെവിടെയാ? അതെവിടെയാ? ആ ചേട്ടൻ നിന്നോണു ചിരി കണ്ടിട്ട്. അതുമില്ല ഇങ്ങനെ മാന്തിൻ്റെ ആയിരുന്നു. അപ്പോ അത് 2-3 ദിവസം മുമ്പ് കഴിഞ്ഞു, മാന്തി കഴിഞ്ഞു. ഇത് വേറെ അണ്ണാറക്കണ്ണന്മാര് മാന്തി കണ്ട നോക്കിയേ. അല്ല അപ്പൊ മറ്റേത് മാന്തിതാരാ? അത് അണ്ണാറക്കണ്ണന്മാർ ഇത്തിരി മാന്തിൻ്റെ ആയിരുന്നു. അത് ഞാൻ തിന്നു, നിങ്ങൾ വീണ്ടും നടന്നില്ല. ഇത് ബെസ്റ്റ്. നമ്മള് നോക്കിയേ ഒരു അണ്ണാറക്കണ്ണന്മാർ. ഇത് ഭയങ്കര വില കൂടിയ മാമ്പഴമാണ് കേട്ടത്. ഇതിന്റെ മാമ്പഴവും ഇങ്ങനെ ഇതിട്ട് കെട്ടേണ്ടി വരും. ചക്കമ്മ നോക്കിയതേ തോണ്ടുണ്ട്. ചക്കയും ചാക്കിട്ട് മൂടേണ്ടി വരും തോന്നുന്നുണ്ട്. ഒരു മിനിറ്റ് കുട്ടികളെ തോറ്റു. ചക്കമ്മ മാന്തി അടുത്തിട്ടില്ലേ സാറിതേ. നാളത്തേക്ക് ഇവർ ശരിക്കും മാന്തും. ചാക്ക് വെച്ച് കെട്ടാം. പിന്നെ നമ്മളേ ഇതൊക്കെ വെച്ച് കെട്ടണം. കണ്ട ഇതൊക്കെ നോക്കിയേ, കണ്ട ഇവനൊക്കെ ചാഞ്ഞ് ഇരിക്കുകയാണ്. ഇതൊന്നും ചെയ്തിട്ടില്ല. മറ്റേ ഇത് ചെരിവ് നിവർത്താനായിട്ട് ആൽവിൻ മറ്റേ മുരളിയേട്ടനെയും കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാക്കാനായിട്ട് ജാക്കി വെച്ച് പൊക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പൊക്കി കാലൊക്കെ സ്ട്രോങ് ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അടുത്ത ആഴ്ച എന്തെങ്കിലും വരും എന്ന് പറഞ്ഞു. അടുത്ത ആഴ്ച കൂടിയിട്ട് ഇവിടുത്തെ കംപ്ലീറ്റ് പണികൾ കഴിയും. പിന്നെ ഇവിടെയൊക്കെ എടുക്കണ്ട പെയിൻറ്റിൻ്റെ പാത്രങ്ങളും ഒക്കെ എടുക്കണം. ഇവിടെ നിറച്ച് സാധനങ്ങളൊക്കെ അതൊക്കെ മാറ്റണം. ഇതൊക്കെ ആവശ്യമില്ലാത്തൊക്കെ എടുത്ത് സാഗറിന് കൊടുക്കണം. അതേ ഈ പെട്ടിയും ചട്ടിയും കട്ടിയൊക്കെ കണ്ടില്ലേ, കുറേ സാധനങ്ങളുണ്ട്. ഈ പട്ടകളൊക്കെ ഒതുക്കണം. അപ്പോൾ എന്താ കാര്യം? അത് കഴിഞ്ഞാൽ അടുത്ത പണി തുടങ്ങും ചേട്ടൻ. ഇനി പണിയില്ല. അതന്നെ ഞാനും പറയണേ. ഇനി വല്ല പണിന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇത്ര നാള് പറഞ്ഞ പോലെ ആവില്ല ചേട്ടാ. പുച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത്രയും നാൾ ഒരെണ്ണം കഴിഞ്ഞിട്ട് ഇനി പണിയില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും വരും അടുത്തായിട്ട്. ഞാൻ പറഞ്ഞാലും കേൾക്കൂല. അപ്പോഴേക്കും പണിക്കാർ വന്നിട്ട് ഓരോന്ന് തുടങ്ങിയിട്ടുണ്ടോ. അല്ല ഓരോ പണികള്. അപ്പൊ ഇനി ഞാൻ ഡൈവോഴ്സ് ചെയ്യും ചേട്ടനെ. നിങ്ങൾ അയ്യോ ആ ജ്യൂസ് വെള്ളിലത്തെ സരിത അജുവിന് ഇട്ടിട്ട് പോയി എന്ന് കേൾക്കുമ്പോൾ എന്തിട്ടാണ് അവ കാരണം എന്ന് വിചാരിക്കേണ്ട. കാരണം ഞാൻ ഇപ്പോഴേ പറയാം. ഇനി ഇവിടെ വല്ല പണികൾ ഇനി പണികളൊന്നുമില്ല. ഞാൻ ട്രീ ഹൗസിന്റെ മിൽക്കും ഇനി നോക്കണ്ടാട്ടാ. അതിനി അവിടെ കിടന്നോട്ടെ. എന്റെ അടുത്ത് പറയണേ, നമുക്കേ സരിതേ ഇന്നലെ പറയണതാ, ഈ സാധനം ഇങ്ങനെ തന്നെ അഴിച്ച് ഇതിന്റെ എല്ലാ കമ്പികളും ഇത് മിൽക്കൊന്ന് കാണിച്ചേ. ഇതിന്റെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ അഴിച്ചെടുത്ത് ടെറസിന്റെ മുകളിൽ കൊണ്ട് ഒതുക്കി വെക്കാം. ഈ ഓടൊക്കെ കൊണ്ട് ഒതുക്കി വെക്കുന്നിട്ട് ഇതിങ്ങനെ തുറന്ന് കിടന്നോട്ടേന്ന്. പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും പിന്നെ ഇത് കൂടാറുണ്ടാക്കാൻ തോന്നുകയാണെങ്കിൽ, മഴക്കാലമൊക്കെ വരുമ്പോൾ തോന്നുകയാണെങ്കിൽ അപ്പോൾ പിന്നെ ഇത് ഇങ്ങനെ ഉണ്ടാക്കാന്ന്. നല്ല കാര്യാണല്ലോ. വെൽഡ് ചെയ്ത് ഫിറ്റ് ചെയ്യൽ തന്നെ വീണ്ടും. വലിയ പണികളാന്നറിയോ പറയണത്. ഇനി ഒരു സാധനം പോലും പറഞ്ഞു പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ നമ്മൾ പറഞ്ഞാലും പിന്നെ ചേട്ടൻ ചെയ്യും. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് ചോദിച്ചാൽ മിണ്ടാണ്ടിരിക്കും. പക്ഷെ ഇനി അങ്ങനെ മിണ്ടാണ്ടിരുന്നത് ശരിയല്ല. മെയിനായിട്ട് ഇത് പണിക്കാരെ കിട്ടാണ്ട് ഇത് പൊക്കി ശരിയാക്കി തരണ്ടേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ ബുദ്ധിമുട്ട് ആലോചിച്ചിട്ടാണ്. പൊക്കി തരാനായിട്ട് ആളെ കിട്ടാണ്ടിരിക്കുമ്പോഴാണ് ഇനി ഇത് മുഴുവൻ ഊരാനായിട്ട് ആരെ കിട്ടപ്പോ? ഇത് ഊരാനായിട്ട് ആരെ കിട്ടാ? ഊരാനായിട്ട് ആരെങ്കിലും കിട്ടും. അവര് വെൽഡ് ചെയ്യുന്ന ഒരു ദിവസം അവരെ വിളിക്കണം. അപ്പൊ വെൽഡ് ചെയ്യണ ആൾക്കാരെ വിളിച്ചാ വരുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഇത് പൊക്കി നേരേക്ക് കൂടെ. അതെ, നീ ഒരു സെക്കൻഡ് ഇങ്ങോട്ട് വന്നേ. വർത്താനം പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ല.
ഞാൻ പറഞ്ഞത് ചേട്ടൻ്റെ അടുത്ത് ഇനി ഞാൻ സമ്മതിച്ചു തരില്ലേ ഉറപ്പായിട്ടും. ഞാൻ ഉണ്ടാക്കണമെന്നില്ല. ഈ സാധനത്തിന് ആദ്യം തന്നെ നമുക്ക് അങ്ങോട്ട് തള്ളിയും തരണം. ഇവന് കട്ടിട്ടാണ് തുടക്കം കുറിക്കാൻ പോകുന്നത്. ഇതിന്റെ മുള്ളു കൊണ്ടിട്ട് ചിലപ്പോ ഈ സാധനം കീറുന്ന് പറയുന്നുണ്ട്, അങ്ങനെ കമന്റ്സ് വരുന്നുണ്ട്. അതെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം, അതിന്റെ മുള്ളൊക്കെ നമുക്ക് വെട്ടി കളയാം. ഓ, അടുത്ത എളുപ്പപ്പണി. നല്ല സുഖമായിട്ട് ഓരോ മുള്ള് വെട്ടി. ഇതിനൊന്നും ഒരു ചുക്കും സംഭവിക്കില്ല. ഇത് പിടിച്ചെന്നെ, ഇങ്ങനെ പിടിച്ചെന്നെ. ഇതിനാണ് ഫസ്റ്റത്തെ പിടിച്ചേട്ടാ. ഇത് പിന്നെ കോഴിക്കൂടുമ്പിലേക്ക് പടർന്ന പോലെ ഇത് പടരാൻ ശ്രമിക്കണില്ല. ഇതൊരു മരം പോലെയാ വരണേ. അപ്പൊ അങ്ങനെ മരം പോലെ നിക്കാണേ നിന്നോട്ടെ. ഇതിന്റെ ചെറിയ ചില്ലകളില്ലേ, അത് മുഴുവൻ വെട്ടിക്കളഞ്ഞാ മതി. ഇത് കനം വെച്ച് നിന്നോളും, മരമായിട്ട് പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് വേണമെങ്കിൽ ഇവനെ ഒതുക്കാം നമുക്ക്. ഇനി ചേർത്തിക്കാം. ഇത് നമുക്ക് മരമായിട്ട് നിർത്താൻ പറ്റുമോ നോക്കാം. ഇതിനാണ് തുടക്കത്തെ നമ്മുടെ ഇവിടെ നിന്നാണ് തുടക്കം. ഓടൊന്നും ഇപ്പോൾ മാറ്റാൻ പറ്റില്ല. ഓട് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള ഇവിടെ വൃത്തിയാക്കൽ പണിയിലാണ്. ഞാൻ ഇവിടെ സേവനവാരം നടത്താൻ പോണ്. ഇതിലെ ഒരു കാര്യം നിങ്ങൾ കേൾക്കണം കേട്ടോ. ഇതിന്റെ പണി എല്ലാതും കഴിഞ്ഞു. അപ്പം നമ്മൾ ചവിട്ടി നടന്നതാണ്, എല്ലാവരും ചവിട്ടി നടന്നു. ഇതിന്റെ ചുളിവ് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഞങ്ങളൊക്കെ ഇറങ്ങിയിട്ടൊക്കെ നേരെയാക്കി ഇതൊക്കെയാണ്. അപ്പം ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, വെള്ളം വിടാൻ വരട്ടെ, ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊന്ന് ക്ലീൻ ആക്കാം, ഒന്ന് തുടച്ച് അടിച്ചു വാരിയ മണ്ണും പൊടിയൊക്കെ കളഞ്ഞ് നല്ല തുണി എടുത്തുകൊണ്ട് വന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് വെള്ളം വിടാട്ടാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഷോപ്പിലേക്ക് പോയത്. പക്ഷേ ചേട്ടൻ വെള്ളം വിട്ടു. അപ്പോൾ എന്നിട്ട് പറയുകയാണ് എന്നോട്, വന്നപ്പോൾ കുറേ വെള്ളമായി, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ വെള്ളത്തിൽ മുഴുവൻ കരടും മണ്ണും ദേപ്പിൽ നോക്കി കഴിഞ്ഞാൽ കാണാം നിറച്ച് കരടുകൾ പൊന്തിയെടുക്കുക. വലോണ്ട് കോരി കളയാവുന്നതുള്ളൂന്ന്. ഇതിപ്പോൾ ഇന്നലെ ആ വീഡിയോ സ്വിമ്മിംഗ് പൂളിൻ്റെ വീഡിയോൻ്റെ ലാസ്റ്റ് കണ്ടില്ലേ, വെള്ളത്തിൻ്റെ മേലെന്ന് ചേട്ടൻ കരട് കളയണത്. ഇപ്പോഴും നിറച്ച് കരടയിൽ എടുക്കുന്നുണ്ട്, മണ്ണും അഴുക്കും. മണ്ണില്ല, കരട് മാത്രം, ഇത്തിരി കരട്. ഒരു കാര്യം പറഞ്ഞനുസരിക്കില്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്യാ? ഈ സാധനങ്ങൾ കുഴിച്ചിട്ടു. നിങ്ങൾ കേക്ക്, ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കുഴിച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഇത് അധികം കള്ളിച്ചെടി പോലത്തെ അധികം വെള്ളം വേണ്ടാത്ത സാധനമല്ലേ. അപ്പോൾ ഓരോ ദിവസത്തെയും നമ്മുടെ അടുക്കളയിലത്തെ പച്ചക്കറി വേസ്റ്റ് നിറഞ്ഞിരിക്കണതില്ലേ, എല്ലാത്തിൻ്റെ വേസ്റ്റ് അതിൽ വെള്ളം ഒലിച്ചിട്ടും ഒക്കെ ഉണ്ടാവും ഈ പച്ചക്കറികളുടെതൊക്കെ, അതിൽ കൊണ്ടിടുക. അപ്പം ഇതിന് വേര് പോലും വന്നിട്ടില്ല. വേര് പോലും വരാണ്ട് ഇതിന് അങ്ങനത്തെ സാധനം കൊണ്ടുവന്നിട്ട് കഴിഞ്ഞ് ഇത് ചീഞ്ഞു പോവുള്ളൂ. ഞാൻ പറഞ്ഞു ഇതിലിടേണ്ടത് കമ്പോസ്റ്റ് കുഴിയിൽ ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. കേൾക്കള്ളേ അതെ, ഓരോന്നിന്റെ കടക്കെ കൊണ്ടുവന്ന് വേര് വന്നോ നോക്കണ്ട ചേട്ടാ. അതിന്റെ കടക്കതേ ഓരോന്നിന്റെ കൊണ്ടിടുന്നുണ്ട്. എന്തിട്ടുണ്ടാവാന്ന് എനിക്കറിയില്ല, ചിലപ്പോ പൊടിക്കായിരിക്കും. ഇതിന് വേര് വരാണ്ട് ഇതിന് വളം ചെയ്തിട്ട് എന്നിട്ടാ കാര്യം. എല്ലാവരും അല്ല, അത് വളല്ലറി. ഈ അടുക്കളയിലത്തെ വേസ്റ്റ് പിന്നെ വളല്ലേ, അതവിടെ കിടക്കാനാണ് വെറുതെ തമാശക്ക്. അതിന് കമ്പനി ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ് ഇവിടെ നടക്കണത്. മനുഷ്യന്റെ തല ധരിക്കും. ചേട്ടൻ ഓരോ ചീണ് കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ട്, എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവും ഓരോ ഉപദ്രവം ഒന്നുമില്ലല്ലോ. ഇത് ഉപദ്രവല്ലേ പിന്നെ? അല്ല, ഒരു ഉപദ്രവം ഒന്നുമില്ല. നീയേ ഞാനിവിടെ പണി നിറച്ച് പണിയെടുക്കാൻ പോവാ, കുറേ പണികളുണ്ട്. നീ മറ്റേ എന്തെങ്കിലും ഉണ്ടാക്കുക അവിടെ നിന്നിട്ട് എന്നോടൊന്ന് ഓടിപ്പിക്കാൻ നോക്കാം. ഞാനൊന്നും എങ്ങനെ ഓരോന്ന് പറയില്ല. അത് കാരണം എനിക്ക് കുറേ പണികളുണ്ട്. പുല്ലിൽ നനച്ചിട്ടില്ല, ഇന്ന് 2 ദിവസമായിട്ട് നനച്ചിട്ടില്ലേ പുല്ലിന്, അത് നനയ്ക്കണം. ഞാനിത് ആദ്യം അവിടെ ആ കടലാസ് പൂവിൻ്റെ ഒക്കെ കണ്ട വാടി തുടങ്ങി, അതിനൊക്കെ നനയ്ക്കണം. ഫ്രണ്ട് മിറ്റടിച്ച് വരണം. ഇതൊക്കെ ഞാൻ ഇനി എപ്പോൾ ചെയ്യാനാ? ഷോപ്പിൻ്റെ വീഡിയോകൾ കാണിക്കാനായിട്ട് പറയുന്നുണ്ട് എല്ലാവരും. ഷോപ്പിൻ്റെ മിക്കവാറും 2 ദിവസത്തിൻ്റെ ഉള്ളിൽ. ഞാൻ വിചാരിക്കുന്നത് തിങ്കളാഴ്ച തൊട്ട് എന്നാട്ടാ. തിങ്കളാഴ്ച തൊട്ട് നമ്മളതിൽ വീഡിയോ ഇട്ട് തുടങ്ങും. ഈ നമ്മുടെ ചാനലിൽ വീഡിയോ ഇടില്ല, അതിലത്തെ ഡ്രസ്സുകളൊക്കെ ഇതിൽ അതും കൂടി കൂട്ടി കുഴക്കണ്ടല്ലോ. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ദിവ ബൈ DNS എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു യൂട്യൂബ് ചാനലും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ഫേസ്ബുക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലായിരിക്കും റീൽസ് ആയിട്ടാവും അതിൽ ഇടുക കേട്ടോ. ഓരോ ഡ്രസ്സുകൾ കാണിക്കും, അതിൻ്റെ റേറ്റ് പറയും, അത് ഏതൊക്കെ സൈസ് തൊട്ട് ഏതൊക്കെ സൈസ് വരെ ഉണ്ടാവും എന്ന് പറയും. എനിക്കിടാൻ പറ്റുന്ന ഡ്രസ്സൊക്കെ ഞാൻ വേണമെങ്കിൽ ഇട്ട് കാണിച്ചു തരാം. അങ്ങനെ അതിൽ വീഡിയോകൾ വരുന്നതായിരിക്കും. തിങ്കളാഴ്ച തൊട്ടിടണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ തരുന്നുണ്ട് ആ പേജിൻ്റെ. അതിൽ വീഡിയോ ഇടാൻ തുടങ്ങിയാലേ അത് തരാട്ടാ. പിന്നെ അപ്ഡേറ്റ്സൊക്കെ പുതിയ ഡ്രസ്സുകൾ ഞങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അപ്ഡേറ്റ്സും ഒക്കെ അതിൽ വരുന്നതായിരിക്കും. ഇതിലും പറയും അങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷേ ഇതിലെ വീഡിയോസ് അങ്ങനെ ഡ്രസ്സിൻ്റെ കാണിക്കില്ല. അപ്പോൾ കടയുടെ വീഡിയോകൾ കാണിക്കാൻ പറഞ്ഞിട്ട് കുറേ കമൻറ്റ് വരുന്നുണ്ടേ. കുറേ ഓട് പൊട്ടിയില്ലേ? അല്ല, അപ്പോൾ എല്ലാം പൊട്ടിയതല്ല, അത് ഈ സൈഡിൽ വെക്കുന്ന ഓടുകളാണ്. അല്ല, അതൊക്കെ പൊട്ടിയേക്കണതാ. അല്ല, ഓടുണ്ട് കുറച്ച്, അത് കുറച്ചൊക്കെ പൊട്ടിയിട്ടുണ്ട്. അത് അവർക്ക് എടുക്കുമ്പോഴേ അത് സാധാരണയാണ്. ശരി, ഒരു സാധനം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിട്ട് സാധനം എന്നറിയോ? ശ്രീലങ്കൻ ലവേറിയ എന്ന് പറയുന്ന ഒരു സാധനം.
നൂലപ്പാണോ എന്ന് ചോദിച്ചാൽ നൂലപ്പല്ല, അടയാണോ എന്ന് ചോദിച്ചാൽ അടയല്ല. ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ളൊരു സാധനം. കാണുമ്പോൾ നല്ല ഇതുണ്ട്, ലുക്കുണ്ട് കാണാനായിട്ട്. എനിക്ക് തോന്നുന്നു ടേസ്റ്റ് അട കഴിക്കണ പോലെ തന്നെയായിരിക്കും തോന്നുന്നുണ്ട്. അതിൻ്റെ ഷേപ്പിൽ മാത്രമേ ഒരു വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ. അരിപ്പൊടി ഉപയോഗിച്ച്, നാളികേര, ശർക്കര ഉപയോഗിച്ച്. അപ്പം ഞാൻ ഉണ്ടാക്കട്ടെ? നീ ഉണ്ടാക്കിക്കോ. ഞാൻ അപ്പോൾ ഓക്കെ. നോക്കി, ഇവിടെ എന്തൊരു ഭംഗിയായിരുന്നു. ഇവിടെ നിന്നോടെ ചെടികൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാ? നല്ല വെള്ള പൂക്കളായിട്ട് ആ ചെടി നിന്നോടെ എന്താ ഒരു ലില്ലിപ്പൂ പോലത്തെ ഇങ്ങനെ പച്ച കളറിൽ നിറച്ച് ഇലയിട്ട്. ആ സാധനം ഒരു ദിവസം ഞാൻ വരുമ്പോൾ വെട്ടി കളഞ്ഞേക്കണു. അതെന്തൊരു ഭംഗിയില്ല അവിടെ നിന്നോടനെന്നറിയൂ. വല്ല ബുദ്ധിമുട്ടുണ്ടോ ചേട്ടൻ അത് ഇവിടെ നിൽക്കണോണ്ട്? ചേട്ടൻ ആ ചെടി ഇവിടെ വെച്ചപ്പോട്ട് അത് കണ്ടുകൂടാ. ഈ ചെടി ഒരു ഭംഗിയിൽ കളയണമെന്നുണ്ട് അത് കളഞ്ഞു. എന്തൊരു കഷ്ടാന്ന് നോക്കിയേ. എന്തൊരു കഷ്ടം. ഇത് ഇങ്ങനെ പിടിച്ചിരുന്നേ, അങ്ങനെ പിടിച്ചിരുന്നേ. കഷ്ടം ഇഷ്ടമൊന്നുമില്ല. എന്തിട്ടാണ് ഉണ്ടാ വൃത്തിയായില്ലേ? ഇനി അവൻ മുകളിലേക്ക് പോയിക്കോട്ടാ. മുകളിലേക്ക് പോക്കോ. അത് ഇതുണ്ട് കേട്ടാ, പുളി ഉറുമ്പുണ്ട് നല്ലോണം. അത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ എടുത്ത് മാറ്റില്ല. ഇങ്ങനെ ഇങ്ങനെയുള്ള ചില്ലകളൊക്കെ വെട്ടി കളഞ്ഞു കഴിഞ്ഞാൽ വൃത്തിയാവേ. അപ്പോൾ ശരിക്കാണ്ട് അവർ കണ്ട് ഒതുങ്ങിയാണ്ട് അതിൻ്റെ മുകളിലേക്കാണ്ട് പോയോളും എന്ന് വിചാരിക്കും. അങ്ങോട്ട് പോടാ. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. ഈ സൈഡിൽ കുറേ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ചാക്കിൽ ഇവർ പെയിൻ്റ് അടിച്ചതും അതും ഇതൊക്കെ ആയിട്ടുള്ള എല്ലാ പ്ലാസ്റ്റിക്കിൻ്റെ കുറേ സാധനങ്ങളുണ്ട്. ഇത് നമ്മുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ മറ്റേ ഷീറ്റ് വാങ്ങിച്ച് കൊടുക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. ഇത് നമുക്ക് എപ്പോഴെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് വിലയിടത്തൊക്കെ ഇരുന്ന് ഇപ്പോൾ ഇതിങ്ങനെ നോക്കിയാൽ ഇപ്പോൾ ഇങ്ങനെ കേട്ടോ. ഇത് അടിപൊളി സാധനമാണ്. ഇങ്ങനെ വെച്ചിട്ട് ചക്ക വെട്ടണം വിചാരിക്കുക. അപ്പോൾ പുല്ലായി വേണ്ട സരിത നോക്കിയാൽ അടിപൊളി സാധനമല്ലേ? നോക്കിയാൽ ചക്ക വെട്ടാനൊക്കെ ആയിട്ട് കണ്ട. ഇത് നമ്മുടെ മറ്റേ പ്ലാസ്റ്റിക് ഇല്ലേ, മറ്റേ ഇത് സ്വിമ്മിംഗ് പൂളിന്റെ ഷീറ്റില്ലേ, അത് പൊതിഞ്ഞു കൊടുന്ന സാധന. ഇത് ഭയങ്കര സ്ട്രോങ്, അത് കീറില്ല കേട്ടാ. അപ്പോൾ ഇത് നമ്മൾ സാഗറിന് കൊടുക്കണില്ലേ. സാഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മുടെ ഈ വേസ്റ്റ് സാധനങ്ങൾ കൊണ്ടുപോകണ ആളെയാണ് സാഗർ എന്ന് പറയുന്നത്. സത്യത്തിൽ ആളെ പേരെന്നൊരു സരിത, നമ്മുടെ ഓട്ടോറിക്ഷ സാഗറിൻ്റെ പേര് ആൻഡു എന്നാണ് പേര്. ആൾ പണ്ട് ഗൾഫിലായിരുന്നു. അപ്പോൾ ആൾക്ക് സാഗർ എന്ന് പറഞ്ഞ പേര് വന്നത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ നാട്ടിൽ വന്നു. ഗൾഫിൽ നല്ല ശമ്പളമുള്ള ജോലിയായിരുന്നു. ആളിവിടെ വന്നിട്ട് ഓട്ടോറിക്ഷ വാങ്ങിച്ചിട്ട് ആ ഓട്ടോറിക്ഷയുടെ പേര് സാഗർ എന്നായിരുന്നു. സാഗർ എന്ന് ഒരു സെക്കൻഡ് ഹാൻഡ് ഓട്ടോറിക്ഷ വാങ്ങിച്ചു, പുതിയതല്ല വാങ്ങിച്ചത്. ഓടിച്ച് പഠിക്കാനായിട്ട് ഒരു ഓട്ടോറിക്ഷ സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചു സാഗർ എന്ന്. അങ്ങനെ ആളെ പേര് ഈ പ്രദേശം മുഴുവൻ സാഗർ എന്നാക്കി. ആൻഡേട്ടൻ എന്ന് പറഞ്ഞ പേര് സാഗർ എന്നായി. അപ്പോൾ ആള് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയൊരു ഓട്ടോറിക്ഷ വാങ്ങിച്ചു. പിന്നെ ഈ ആളുകളെയൊക്കെ കൊണ്ടുപോകണ ഇതൊക്കെ ഈ യാത്രയും അതൊക്കെ ആയിട്ട് എല്ലാവർക്കും വിളിച്ചു കഴിഞ്ഞ് എത്തും. അങ്ങനത്തെ ഒരു ഇതൊക്കെ ആയിരുന്നു. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾ ഈ വേസ്റ്റ് സാധനങ്ങൾ ഒരു ദിവസം അമ്മയാന്നുകൊണ്ട് സാഗറിനെ ഈ വേസ്റ്റ് സാധനങ്ങളിലേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിച്ചത്, തുടക്കം കുറിച്ചത്. അമ്മ ഇവിടെ നമ്മുടെ വീട്ടിലത്തെ ഈ എല്ലാ വീടുകളിൽ നിന്നും ഇങ്ങനത്തെ വേസ്റ്റ് സാധനങ്ങൾ ഇതുപോലെ കിട്ടുമല്ലോ. വേറെ ഷീറ്റുണ്ട്. ഇതിങ്ങനത്തെ ഒക്കെ സാധനങ്ങളൊക്കെ കിട്ടില്ല. ഇതൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കൂട്ടി ചാക്കിലാക്കിയിട്ട് അമ്മ ഒക്കെ വെച്ചിട്ട് ഒക്കെ എടുത്ത് വെച്ചിട്ട് പോക്കറ്റ് മണി ഉണ്ടാക്കും. അതന്നെ കുറേ വീടുകളിലുണ്ടല്ലോ. അപ്പൊ അങ്ങനെ കിട്ടില്ല. 6 വീട് നടന്ന അമ്മയ്ക്ക് അത്യാവശ്യം ഒരു മാസം നല്ലൊരു പൈസ കിട്ടും. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് ചാക്കിലാക്കിയിട്ട് വിളിച്ചത് സാഗറിനെയായിരുന്നു. സാഗറിനോട് പറഞ്ഞത് കൊണ്ടുപോകാനാണ്. അങ്ങനെ അത് കൊണ്ടുപോയിട്ട് ഈ ആക്രി കടയിൽ കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ സാഗറിന് തോന്നി ഇത് നല്ലൊരു ഐഡിയ ആണല്ലോ. ആള് പിന്നെ എല്ലാ വീടുകളിൽ നിന്നും ഈ ആക്രി സാധനങ്ങൾ എടുത്ത് ആൾ കൊണ്ടുപോയിട്ട് അവിടെ നിന്നുള്ള വില്ല് വാങ്ങിച്ചിട്ട് ഇവിടെ കൊണ്ടു കൊടുക്കും. അങ്ങനത്തെ ഒരു രീതിയിലേക്ക് മാറ്റി. അങ്ങനെ ഈ പ്രദേശത്തെ വീടുകളിലത്തെ സാധനങ്ങളൊക്കെ ഈ വേസ്റ്റ് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോണ ഒരാളായിട്ട് മാറി സാഗർ. നമ്മുടെ ഇവിടത്തില്ല, നമ്മുടെ കോമ്പൗണ്ടിന്റെ ഉള്ളിലത്തല്ലേ, പുറത്തെത്തില്ലല്ലോ. എല്ലാ സ്ഥലത്തും ഉണ്ട്. കൊറേ വീടുകളുണ്ട് ആൾക്ക്. അതെനിക്കറിയില്ല കേട്ടാ. കൊറേ വീടുകളുണ്ട് ആൾക്ക് പറ്റ്. അങ്ങനെ ഇപ്പൊ പറഞ്ഞൊന്നുമല്ല, ഈ സാധനം കളയണില്ല. ഇതും കുഴപ്പമില്ലാത്ത സരിത, ഇത് കുഴപ്പമില്ലല്ലോ. ഇതും നല്ല ഇതാണ്. ഇത് നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനത്തെ സാധനങ്ങളൊന്നും കളയണ്ട, ഒക്കെ മടക്കി ചുരുട്ടിയിട്ട് കെട്ടിയിട്ടേ മുകളിൽ വെക്കാം. നമുക്ക് വല്ല മണല സിമെന്റ് അങ്ങനത്തെയൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കുറച്ചുണ്ടാക്കിയ പോരെ. എനിക്ക് അറിയില്ല കേട്ടാ ഇതെങ്ങനെയാവും. അടേറെ ടേസ്റ്റ് ആയിരിക്കും. ഇത്രയ്ക്ക് അധികം കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ശരിക്കും കാണുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാവുന്നു മാത്രം.
ഈ ശ്രീലങ്ക സാധനമല്ലേ നീ ഉണ്ടാക്കണത്? ആ ശ്രീലങ്കൻ ലവേറിയ എന്നാണ് അതിന്റെ പേര്. തുന്തുരു മറ്റേ നമ്മുടെ ഇവിടേക്കില്ലേ നമ്മുടെ ഈ ഫുഡ് പ്രൊഡക്ഷൻ പഠിക്കാൻ പൂത്തോൾക്ക് പോയില്ലേ ഗവൺമെൻറ് സ്ഥാപനത്തിലേക്ക്. അപ്പോൾ അവിടുന്ന് അവൻ പഠിച്ചിട്ടുള്ള ഇതിൽ ശ്രീലങ്കൻ ഒരു ഫുഡുണ്ട്, ഒരു മുട്ടക്കറി ശ്രീലങ്കൻ മുട്ടക്കറി. അല്ല അതിൻ്റെ റെസിപ്പി ഉണ്ടെന്ന്. ഒരു എന്താ പറയുക, അത് വെച്ച് കഴിഞ്ഞാൽ വായിക്ക് തിന്നാൻ പറ്റില്ല, അതുപോലെ ഒരു സാധനം. അല്ല അതുപോലെ ആവുമെന്നാണ് ഈ സാധനം അവരെ ബുക്കിൽ കണ്ടോ. ഇല്ല ചേട്ടാ, ഇതിൽ അരിപ്പൊടിയും നാളികേരം, ശർക്കര, ഏലക്കായപ്പൊടി അങ്ങനത്തെ സാധനങ്ങളാണ്. ആ അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. ഞാൻ അതാ പറഞ്ഞ ആടായ ടേസ്റ്റ് ആയിരിക്കും. ഇതൊക്കെ നമ്മൾ വെടുപ്പാക്കാൻ സമയം ഉണ്ടായിരുന്നു, നമ്മൾ ചെയ്യാൻ നേരം കിട്ടിയില്ല. ആ പറമ്പിൽ പോണ കാരണേ വെടുപ്പാക്കാൻ സമയം ഉണ്ടായിരുന്നു, പക്ഷേ നേരം കിട്ടിയില്ല. ആ പറമ്പിൽ പോയി മറ്റേ പച്ചക്കറിക്ക് ഇവിടെ ഞായറാഴ്ച ഇൻസ്പെക്ഷൻ വരും എന്ന് പറഞ്ഞിട്ടേ, അതായത് പറമ്പിൽ ഇത് പോണു പച്ചക്കറികളൊക്കെ ശരിയാക്കാൻ. ഞാൻ പറഞ്ഞ ചേട്ടൻ പറഞ്ഞതിന്റെ അർത്ഥം വെടുപ്പാക്കാനായിട്ട് നേരം കിട്ടിയില്ല. അല്ല, വെടുപ്പാക്കാനായിട്ട് നേരം ഉണ്ടായിരുന്നു, പക്ഷെ സമയം കിട്ടിയില്ല. അതിന്റെ അർത്ഥം എന്തിട്ടൊന്ന് പറഞ്ഞേ. അതാ അതിൻ്റെ അർത്ഥം എന്തുവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് വേറെ പണികളുണ്ടായിരുന്നു, മനസ്സിലായ? വേറെ പണികൾ അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു, അതാണ് പറയുന്നത്. അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഇതൊക്കെ കോർപ്പറേഷന് കൊടുക്കാനുള്ള സാധനങ്ങളാണ്. പുല്ലുണങ്ങി തുടങ്ങി. എനിക്ക് 2 ദിവസം തീരെ വയ്യായിരുന്നു. ഞാൻ ഇന്നലെ ഫുള്ള് കെടുപ്പായിരുന്നു. ഇന്നലെ മിനിഞ്ഞാന്ന് വൈകുന്നേരം ഇന്നലെ വൈകുന്നേരം നനച്ചിട്ടില്ലേ, അതിനാണ് പുല്ല് അവിടെ ഇവിടെയൊക്കെ ഉണങ്ങി തുടങ്ങി. അപ്പം നമുക്ക് തുടങ്ങിയാലോ? അയ്യോ ഒരു മിനിറ്റ്, ലൈറ്റർ എടുത്തിട്ടില്ലേ. കുപ്പി എന്തുട്ടിൻ്റെ അത്? ബ്രഹ്മമംഗല മണടിപ്പിച്ചോട്ടെ, ഒരു ആയുർവേദമാണ്, കോട്ടയ്ക്കലിൻ്റെയാണ്. ഇത് എന്നിട്ട് നോക്കട്ടെ, എന്തേ ഒരു എണ്ണയാണ് അച്ഛൻ ഉപയോഗിച്ചിരുന്ന എണ്ണ കുപ്പിയാണ്. എന്തുകൊണ്ട് അതൊക്കെ ഇരിക്കുന്നുണ്ട്? ഇതൊക്കെ എവിടെ നിന്ന് വന്നതാ? ഇത് ടെറസിൻ്റെ മുകളിൽ ആണിയും ഇതൊക്കെ അടിക്കാനായിട്ടേ, ആണി ഇങ്ങനത്തെ കിട്ടണല്ലോ നമ്മുടെ ഇത് അടിക്കാനായിട്ട്. നോക്കിയത് എന്തിട്ടാണ് ചേട്ടന് ആണി അടിക്കായിരുന്നില്ലേ ആ സാധനത്തുമ്മേ? അതുമ്പോ തട്ടി തടഞ്ഞ് വീഴൂട്ടാ. ഒരു തരം എണ്ണയാണ് അച്ഛൻ തേച്ചോടുന്നാണ്. അച്ഛൻ മേത്ത് തേച്ചോടുന്ന ഒരു എണ്ണ കുഴമ്പ് പോലത്തെ ഒരു സാധനമാണത്. ഇപ്പം ഇനി ആവശ്യമൊന്നുമില്ല. ആവശ്യമില്ലാത്തൊന്നും എടുത്തേക്കണ്ടാട്ടാ. എൻ്റെ സ്വർണ്ണപ്പണിയുടെ ഒരു പുരാശേഷിപ്പ് എന്താണെന്നറിയോ? ഇത് നമ്മുടെ ആസിഡില്ലേ, തീയത്തിക്കണം. ആസിഡ് ഒഴിച്ചിട്ട് സ്വർണ്ണമൊക്കെ ഇത് ചെയ്യുന്നപ്പോൾ സാധനമാണിത്. എന്താ കോപ്പ എല്ലാ സ്വർണ്ണപ്പണി സ്ഥലത്ത് ഉണ്ടായിരുന്നു, കളയണില്ല, ഉണ്ടാക്കിക്കോ. ഈ ശർക്കര ഉപയോഗിക്കാൻ പോണേ നമ്മുടെ മഹിമാരുടെ ജാഗറി പൗഡർ. ഇതിന് മധുരം കുറവാ. ഇതിലേക്ക് നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് വേണ്ടത് ശർക്കരപ്പൊടി, നാളികേരം ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്യുക, അത് പിന്നെ ഏലക്കായപ്പൊടി, പിന്നെ ഇത് എന്താ പറയുക നെയ്യ്. ഇത്ര സാധനങ്ങൾ വേണം, വെള്ളവും വേണം. ആദ്യം തന്നെ നെയ്യ് കുറച്ചൊഴിക്കുക, എന്നിട്ട് അതിലേക്ക് ശർക്കരപ്പൊടി ഇടുക. എന്തോരം വേണമെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ, നമുക്ക് നോക്കാം. മധുരം കുറവാണെങ്കിൽ പിന്നെ ഇടാം. യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലാണ് ആദ്യം ഒരു റീല് കണ്ടതിൻ്റെ. പിന്നെ അതിൽ എന്തിട്ടൊക്കെ സാധനങ്ങൾ ചേർക്കണു അങ്ങനെയൊന്നും പറയണില്ല, വെറുതെ ഉണ്ടാക്കണത് മാത്രം കാണിക്കണുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഇതറിയാൻ വേണ്ടിയിട്ട്, കറക്റ്റായിട്ടുള്ള റെസിപ്പി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബിൽ നോക്കിയത്. അപ്പോൾ യൂട്യൂബിൽ കുറേ പേര് വീഡിയോ ഇട്ടിട്ടുണ്ട്, പലരും പല പോലെ ചെയ്യണേ. ശ്രീലങ്കൻ ഡിഷാണിത്. ഇതൊന്ന് നെയ്യിലൊന്നും ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഈ ചവിട്ടികൾ അതിൽ കൊണ്ടിട്ടാൽ മതി. ഇതൊക്കെ കഴുകാനുള്ളതല്ലേ ചവിട്ടി? അതൊക്കെ കഴുകാനുള്ളതാ. ഇതിലേക്ക് നമ്മൾ ഈ നാളികേരം പൊടിച്ചതില്ലേ അതിടാം, കുറച്ച് ഏലക്കായപ്പൊടി, നാളികേരം ഇതിലിടുന്ന മോളെ. അയ്യോ അവിടെ നിന്ന് ഇതിനെ മോളെ എടുത്തിട്ട് വന്നേ. സ്വിമ്മിംഗ് പൂളിലേക്ക് ഇതിന് അല്ലേ? ഇത് അവിടെ ഒതുക്കി വയ്ക്കാം, പിന്നെ കൊണ്ടുപോകാം. മതി. ഇത് നമ്മുടെ ശിവയും മഹേഷും നമ്മുടെ സ്വിമ്മിംഗ് പൂളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള, അവർ കുറേ ദൂരം അന്വേഷിച്ചിട്ട് കൊണ്ടുവന്നിട്ടുള്ള സാധനമാണ്. പക്ഷേ ഇത് ആവശ്യം വന്നില്ല. പക്ഷേ ഇതിന് ഞാൻ കളയുന്നില്ല. എപ്പോഴെങ്കിലും ഈ ട്യൂബിൻ്റെയൊക്കെ നമുക്ക് ആവശ്യം വരും. ആ സ്പോഞ്ച് നമുക്ക് എത്ര കാൾ സ്വിമ്മിംഗ് പൂളിൽ വെള്ളത്തിൽ ഇരിക്കുന്ന അറിയില്ലല്ലോ അല്ലേ സരിത? അപ്പോൾ ചിലപ്പോൾ ഇത് ഇല്ല, അത് കുഴപ്പമില്ല, കുറേ നാൾ ഇരിക്കും. നല്ല രസമുണ്ടല്ലോ സാധനം കാണാൻ അല്ലേ?
അടയിലേക്ക് വയ്ക്കുന്ന സാധനം തന്നെ. അരിപ്പൊടിയിൽ ഇന്ന് നമ്മൾ അടയുണ്ടാക്കാൻ അല്ലെങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കാനൊക്കെ കുഴക്കില്ല, അതുപോലെ കുറച്ച് അരിപ്പൊടി എടുത്തിട്ട് അതിൽ ഉപ്പിട്ടു, എന്നിട്ട് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് കുഴയ്ക്കുക. ഇതിൽ കുഴയ്ക്കുമ്പോൾ നെയ്യ് ചേർക്കാൻ വേണമെങ്കിൽ ഞാൻ നെയ്യ് ചേർക്കില്ല, പക്ഷെ നെയ്യ് എടുത്ത സ്പൂൺ കൊണ്ടാട്ടോ, അപ്പോൾ ഒത്തിരി നെയ്യ് ഇതിലായിട്ടുണ്ടാവും. പിന്നെ ഈ തിളച്ച വെള്ളത്തിൻ്റെ ഒപ്പം കുറച്ച് കട്ടി നാളികേരപ്പാൽ ചേർക്കാം, അപ്പോഴൊക്കെ ടേസ്റ്റ് കൊടുത്തറേ. അങ്ങനെ കുറേ ടിപ്പുകൾ പറയുന്നുണ്ട്. അതുപോലെ അതിലേക്കുള്ള ഫില്ലിങ് നാളികേരല്ലേ, ആ നാളികേരം ഒന്ന് വറുത്തിട്ട് ആണ് ഇങ്ങനെ ആക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി കൂടി ടേസ്റ്റ് കൂടുന്നു. ഞാൻ വറുത്തിട്ടൊന്നുമില്ല, നേരെ ഇട്ടു. ഒരു കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തത്, അപ്പോൾ ഒരു കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു, കുറച്ച് ഉപ്പിട്ടു, ചൂടുണ്ട്. നമ്മുടെ പാഷാൺ ഷാജിയുടെ ഒരു വീഡിയോയിലേ, ആ പാഷാൺ ഷാജിയുടെ ഒപ്പം എപ്പോഴും ഉണ്ടാവുന്ന ആളെ പേര് പറവൂര്, അവൻ്റെ പേര് അറിയില്ല, വെളുത്തിട്ട് ഉയരത്തിലുള്ളത്, മനസ്സിലായി. ആളെ ഭയങ്കര രസം, എനിക്ക് ഭയങ്കര ഇഷ്ടം ആളുടെ ആക്ടിങ് കേട്ടാ. അല്ല, ഒരു ഇതിലേ ഒരു വീട്ടിൽ കല്യാണം നടക്കണം. ആ കല്യാണത്തിൽ കല്യാണ പെണ്ണിൻ്റെ അച്ഛനും കൂട്ടുകാരന്മാരും എന്നിട്ട് ചീട്ട് കളിക്കുന്നു. ഫുൾ ടൈം ചീട്ട് കളിയാണ് അവർക്ക്. ചീട്ട് കളി ഭ്രാന്തനാണ് അയാൾക്ക്. അപ്പോൾ കണ്ടിട്ടില്ല. അപ്പോൾ ഈ പറവൂര് ഷാജി പേര് ആള് ഇങ്ങനെ മരുമോനാണ്. അതായത് ഈ പെൺകുട്ടിയുടെ ചേച്ചിയുടെ ഭർത്താവാണ്. ആങ്ങളെയാണെങ്കിൽ ഇവിടെ കയ്യും കെട്ടി കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ വെറുതെ നോക്കി നടക്കുള്ള, അത് കൊല്ലം സുതിയാണ് വലിയതില്. പക്ഷെ അളിയനാണെങ്കിലേ, അളിയൻ ചുമട്ട തൊഴിലാളിയാ, അല്ലാണ്ട പോലെയാണ്, ഫുള്ള് പണിയാണ് ആള്. അളിയൻ ഈ പറവൂര് ഇവനെപ്പോഴും ചാക്ക് ഈ ചീട്ട് കളിക്കുന്നതിൻ്റെ ഇടയോടെ എനിക്കിപ്പോൾ അതാണ് ഓർമ്മ വരുന്നത്. ഞാനിപ്പോൾ ഓരോ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്, ഈ ചീട്ട് കളിക്കുന്നതിൻ്റെ ഇടയോടെ ചാക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ഓടിയാണ് പോവും. ഇപ്പം ഇവരൊക്കെ ചവിട്ടി കൂട്ടി പോവും. അപ്പോൾ അല്ലാന്ന് അപ്പോൾ വഴിയിൽ തടസ്സം വരുമ്പോൾ ഈ ചീട്ട് കളിക്കുന്നവർ എടുത്തിട്ടുണ്ട് അപ്പുറത്തേക്ക് എടുത്ത് മാറ്റി വയ്ക്കും. അപ്പോൾ ഇവർ ചീത്ത പറയും ഇടയില്, കൂടെ ആൾക്ക് പോകണം. അത് പണിയെടുക്കുക എന്ന് മാത്രമല്ല ആളുടെ ജീവിത ലക്ഷ്യം, വേറെ ഒന്നുമില്ല. ഒരാളെ കൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. ഈ ചീട്ട് കളിക്കുന്നവർ തന്നെ അവിടെ നിന്ന് എടുത്ത് മാറ്റി കുറേ സ്ഥലത്തേക്ക് നീക്കി വെച്ചു. ഭയങ്കര രസമായിട്ടത് ആളുടെ ഇത്. എന്നിട്ട് പിന്നെ വാഴ വേണല്ല. അപ്പോൾ ആളുകൾ എങ്ങനെ പറയാ, അപ്പോൾ ഇത് വേണല്ല, ഈ മറ്റേ 2 ചാക്ക് അരി ചാക്ക് അവിടേക്ക് ഇരിക്കണം, പിന്നെ ഒരു ചാക്ക് വേറെ സാധനമാണെന്ന് പറയുമ്പോൾ 2 ചാക്ക്. അപ്പോൾ അവൻ പറയും 2 ചാക്ക് എടുത്ത് എൻ്റെ പുറത്ത് വെച്ചു, മറ്റുള്ളവരോട് പറയും 2 ചാക്ക് എടുത്ത് എൻ്റെ പുറത്ത് വെച്ചോ, മറ്റു ചാക്ക് ഞാൻ കടിച്ചു പിടിച്ചോട്ട്. അപ്പം നിനക്ക് വേണ്ടത് വാടലല്ലേ, ആള് എപ്പോഴും ഇങ്ങനെയാ, ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. കത്തിയാ കത്തി ഇവിടെ ഉണ്ട്. ഇതേ വാടല ഇവിടെ പകണ്ടിട്ടാ. ഇവിടെയുള്ള പണികൾ ഇത്തിരി കഠിനമായ പണിയാണ്. നമ്മളിവിടെ വാഴ വെച്ചൂലോ, ആ വാഴ വെച്ച കാരണം അവിടത്തെ പണി വേണമെന്നുണ്ടെങ്കിൽ വല്ല പണിക്കാരെ ഏൽപ്പിക്കാവും നല്ലത് കേട്ടാ, അല്ലാണ്ട് ചേട്ടനോട് പറ്റില്ലത്. ആ വേസ്റ്റ് മുഴുവൻ റോട്ടിൽ കൊണ്ടിടാനല്ലേ, അതൊക്കെ ഞാൻ വിചാരിക്കണ പോലെ അത് കുറേ ഉണ്ടത്. ചെയ്ത് വരുമ്പോ ചേട്ടന് വയ്യാണ്ടാവും. ആ ഏതെങ്കിലും അണ്ണന്മാരെ വിളിച്ചിട്ടേ ചെയ്യാവും നല്ലത്. അണ്ണന്റെ ഒപ്പം ഞാൻ നിൽക്കേണ്ട വരും തേങ്ങ. മറ്റേ അണ്ണനെ വിളിക്കണ്ടെന്ന് ഇത്ര അധികം കുഞ്ഞ കഷ്ണം മതി. അതല്ല ഞാൻ എന്തായാലും അല്ല വെറുതെ എത്രക്ക് വേസ്റ്റ് ആക്കിയില്ലേ. ആവശ്യമുള്ള വാഴ കീറിക്കോ. അയ്യോ ഞാൻ പറയാൻ മറന്നു, അടയുണ്ടാക്കില്ലേ അങ്ങനത്തെ ഒരു കഷ്ണം മാത്രമേ വേണ്ടോ. പിന്നെ വേണ്ടത് നമുക്ക് ഈ സാധനം വേണം, നൂലപ്പണ്ടാക്കാനുള്ള അച്ചു വേണം. അതിൻ്റെ ഉള്ളിലേക്ക് ഇതിടാം. എന്നിട്ട് നമുക്ക് ഇത്രയ്ക്കൊന്നും വേണ്ട, ഇത് മാത്രം മതി. അയ്യോ മുറിഞ്ഞ ഈ വാഴലയിലേ ഇത്ര പോകുന്നൊരു പീസ് മതി നമുക്ക്. വാഴലയിലൊന്ന് വെളിച്ചെണ്ണ തടവണം. അതെ, നമ്മൾ ഒരു സാധനം കേട്ടാ, ഇത് ഈ ലാഡറിന് എന്താ വില എന്ന് ചോദിച്ചു ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ട് കേട്ടാ. നമ്മുടെ ലാഡറിൻ്റെ വില ലാഡർ വാങ്ങിക്കാനായിട്ട് ഇതിൻ്റെ വില 3500 രൂപ കേട്ടാ.
ഓൺലൈനായിട്ട് വാങ്ങിച്ചല്ല, നമ്മുടെ ഇവിടെ തൊട്ടടുത്തൊരു കടയുണ്ട്, അവിടെ നിന്ന് വാങ്ങിച്ചാണ്. 6 അടി ഹൈറ്റാണിത്. അടിപൊളി സാധനമാണ് അല്ലേ സരിത? ഇത് അല്ല അല്ല വിലയുണ്ട്, ആലിമിലി കാരണമാണ് വില അതുകൊണ്ട്. ഇതാക്കാൻ പോട്ടെ ഞാൻ. ഇതിങ്ങനെ എങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല കേട്ടാ. ഞെക്കിയിട്ട് ഫില്ലിങ് വളരെ കുറഞ്ഞു പോയില്ലോ. ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം. വെച്ചിട്ട് ഇനിയാണ് ടാസ്ക്. ഇതിങ്ങനെ ആക്കണം. ഇങ്ങനെ ചുരുട്ടണം. യെസ്, സക്സസ്. ഇതിലും ഒരു വാഴല വെച്ചാലോ ചേട്ടാ? ഇതിലും ഒരു വാഴല വെച്ചാലോ? ഈ ആവിയിൽ വേവിക്കണേലും. ഈ സാധനം ആവിയിലാണ് വേവിക്കേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് ആവിയിൽ വേവിക്കണ ഒരു പാത്രം വയ്ക്കാം. ഞാനിപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു സാധനം ഒരു ഡവറയിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചേക്കാട്ടാ. ഇതിൽ വെളിച്ചെണ്ണ വരട്ടാമല്ലേ, അല്ലെങ്കിൽ ഇതിൽ വെളിച്ചെണ്ണ വരട്ടാം നല്ലത്. അത് ചിലപ്പോൾ ഇത് എടുക്കണ സ്ഥലത്ത് ഒട്ടി പിടിച്ചാലോ. ഇത്രയ്ക്ക് വണ്ണല്ല കേട്ടാ, അവരുണ്ടാക്കണത് ഭയങ്കര കനം കുറവാണ്. അപ്പം ഞാൻ ഇത്രയ്ക്ക് അധികം വേണ്ട, നർത്തം കുറച്ച് കുറയ്ക്കാം. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി അടുത്തത് ഇത് വിചാരിച്ച പോലെ അല്ല കേട്ടാ, സിമ്പിളാണ് കേട്ടാ. ചെറുതായിരുന്നു. ചെറുത് മതി, ചെറുതാണ് അതിൽ കണ്ടേ. ഞാൻ ആദ്യം ഉണ്ടാക്കിയത് ഇത്തിരി വലുതാ. ഇതെന്തൊരു സാധനം തരുതാ? ആവോ, ചുരിദാറിന്റെ പകുതി പോലെ ഉണ്ടല്ലോ. ഇവർക്ക് അറിയില്ല, ഞാൻ കൊടുത്തിട്ടില്ല ഇങ്ങനെ ഒരു തുണി. അവര് മോളിൽ നിന്ന് എടുത്തതാവും. മോളിലെ കുറെ പെയിന്റ് ഉണ്ടല്ലോ, ഈ പെയിന്റ് മാത്രമുള്ളൊക്കെ. അതൊരു ബക്കറ്റ് ഉണ്ടോ? അങ്ങനത്തെ ബക്കറ്റ് അടിപൊളിയാട്ടാ. ഇത്ര കൊല്ലം വേണ്ടിയിരുന്നോളും. കുറെ പാത്രങ്ങൾ ഈ ചെറിയ ചെറിയ ടിന്നുകളുണ്ട് സരിത, കുറെ കാലിയല്ലേ ആ ഒക്കെ വേസ്റ്റിലിട്ട് കൊടുക്കാം. ആക്രിക്കാർക്ക് കൊടുക്കാം. എന്തായി? അടിപൊളിയില്ല. മധുരമുള്ളതെല്ലാം ഉണ്ടാ? കഴിഞ്ഞ കംപ്ലീറ്റ് എടുത്ത് അരിക്കുക വെച്ചു. ഇതിൽ 5 എണ്ണം വെച്ചു. ആ അടിപൊളി, നല്ല ഭംഗിയാണ്. ഇതൊരെണ്ണം കൂടി ചെയ്യാനായിട്ടുള്ളത് കിട്ടിയുള്ളൂ. ഒരു ലേശം കൂടിയുണ്ട് മാവ് കുഴച്ചത്, ബാക്കിയെല്ലാം കഴിഞ്ഞു. ഈ ഒരെണ്ണത്തിൽ ഇത്തിരി പെയിന്റ് ഉണ്ട് തരുത. ഇതിൽ ഇത്തിരി പെയിന്റ് ഉണ്ട്. അതെ, ഏത് കളറാ? വെള്ളയാ? ഇവിടെ ചാര കളറ്. അയ്യോ, അപ്പോൾ അവർക്ക് ഇത് ഇവിടെ അടിക്കായിരുന്നു. കണ്ട ഇവിടെ പ്രഷർ പമ്പ് വെച്ചിട്ട് പൂപ്പല് കളഞ്ഞപ്പോൾ കണ്ട ഇവിടെ ഇങ്ങനെ. കുഴപ്പമില്ല, ഇനിയും ഉണ്ടല്ലോ. ഇനി എന്തിട്ടുണ്ട്? ഇനി മത്സരങ്ങളുണ്ടല്ലോ. ഇനി ഒരു മത്സരമില്ലേ, കഴിഞ്ഞു മോനെ. മത്സരങ്ങളൊക്കെ അവസാനിപ്പിച്ചു. എവിടെ വേണേ അവർക്ക് ഇത് ചെയ്യായിരുന്നു. അത് ബാക്കിയുള്ള സ്ഥിതിക്ക് പെയിൻറ്റിന് അത് കട്ടേ പോവുള്ളൂ. അവിടെ ഇരുന്ന് ഇരുട്ടായി തുടങ്ങി. ഞാൻ അപ്പുറം മിറ്റടിച്ച് വരാൻ പോവാം. വിളക്ക് വയ്ക്കണം. ഇതിൻ്റെ ആവി വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വർഷക്കാലത്തേക്ക് ഓലക്കുടിയിൽ കെട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷകാലത്തേക്കല്ല വേനൽക്കാലത്തേക്ക് ഉപയോഗിക്കാം. പണ്ട് ചെറുപ്പത്തിൽ അമ്മ ഇങ്ങനെ കണ്ടമാനം ഓലക്കുടി കെട്ടി വയ്ക്കും. എന്നിട്ട് ഇറക്കാലേക്ക് ഇങ്ങനെ കെട്ടി കുറേ കെട്ടുകളുണ്ടാവും. എല്ലാ വീട്ടിലുണ്ടാവും കേട്ടോ. കരുതൽ അപ്പോൾ എന്തുണ്ടാവും?
ചേട്ടത് ബന്ധുട്ടാ. അതെ ആ ഇതിനെടുക്കുക. ഞാൻ ടീസ്പൂണൊന്ന് കഴുകട്ടെ. ഇതെടുത്ത് തരല്ലേ വേണ്ട വാഴലോണ്ടിട്ട് കാലം നമുക്ക് കൈമിലേക്ക് ആവി വരും കേട്ടാ. എവിടെ തീ ഓഫ് ചെയ്തോ നീ? അല്ല ഒരെണ്ണം ഇവിടെ ഉണ്ട്. നിനക്ക് നീ വിളക്ക് വയ്ക്കണ്ടേ? വേണം. അപ്പോൾ വിളക്ക് ജഗ് വിളക്ക് വയ്ക്കും. അവൻ കുളിച്ചിട്ടുണ്ടാവും ഇപ്പോൾ. ഇതിനെടുക്കല്ലേ പൊട്ടോ? മറ്റേ സാധനം എടുക്ക്. ഏതുകൊണ്ട്? ലേശം മാവണ്ടിയിരുന്നത് വെറുതെ ഇങ്ങനെ ആക്കിയിട്ട് വെക്കാം. ഇതിലിരുന്ന് ഉറച്ചു. നാളികേരം ഞാൻ നേരത്തെ പൊടിച്ചു കൊണ്ടത് ബാക്കിയുണ്ട്, അതിലിടാം. പഞ്ചസാരയും മധുരമൊന്നുമില്ല കേട്ടാ, വെറുതെ നാളികേരം മാത്രം. ഞാൻ പണ്ട് സ്കൂൾ പൂട്ടുമ്പോൾ മാമൻ്റെ അവിടേക്ക് നിൽക്കാൻ പോവില്ലേ, അമ്മയുടെ വീട്ടിലേക്ക്. അപ്പോൾ മാമൻ്റെ ഭാര്യയുണ്ട് അമ്മായി ഇങ്ങനത്തെ നൂലപ്പം ഉണ്ടാക്കിയിരുന്നു, വലിയ നൂലപ്പം. ഇങ്ങനെ കുറച്ചിങ്ങനെ ഉണ്ടാക്കിയിട്ട് സെൻറ്ററിൽ നാളികേരവും പഞ്ചസാരയും കൂട്ടി ചേർത്തിട്ട് വെക്കും. എന്നിട്ട് അതിൻ്റെ മേലെ ഇതുപോലെ വീണ്ടും ഇങ്ങനെയാക്കും. എന്നിട്ട് ഇതിങ്ങനെ വേവിച്ചിട്ട് തരാം. ഇത് ഇല അടക്കം വെക്കുക അവിടെ. കഴിക്കാൻ വായോ, കൈ കഴുകിയിട്ട് വായോ, നേരിട്ടാവണ്. എനിക്ക് എൻ്റെ പണി കഴിയില്ല ഇപ്പോൾ, ഒരു 8 മണിയാവും കഴിയുമ്പോൾ പണി. അപ്പോൾ ഇത് ഇവിടെ നിന്നിട്ട് അടിച്ചു വാരി കഴിഞ്ഞിട്ടില്ല. വിചാരിച്ചിട്ടേ ഞാൻ കൈ കഴിയിട്ട് ജഗ്ഗു ഇപ്പോൾ സ്കൂൾ വിട്ട് വന്നിട്ട് അത്യാവശ്യം ഭക്ഷണം നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. ഇതുണ്ടായിരുന്നു ബിരിയാണി, തുന്തുരിൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്നതേ. ബിരിയാണി അല്ല, നെയ്ച്ചോറും ചില്ലി ചിക്കനും ഉണ്ടായിരുന്നു. അപ്പോൾ അവനത് അത്യാവശ്യം നല്ല രീതിയിൽ കയറ്റിയിട്ടാണ് അവിടെ ഇരിക്കണം. പിന്നെ തീരെയും ഇത് ഒന്നാമത്തേലും മധുരം ഇഷ്ടമില്ല. ഇത് വേണോ നിനക്ക്? ലവേറിയ ഗംഭീരമായി ഞാൻ വേണ്ടെന്നാ പറയുള്ളൂ. കഴിച്ചു നോക്ക്. ഇതിപ്പോൾ നമ്മുടെ അടയര കണത്തിൽപ്പെട്ട തന്നെയാണ്, പക്ഷേ വേറൊരു രസമാണ്. നൂലപ്പാണ് പ്രതി കിടക്ക്. നൂലപ്പത്തിന് അടയിലുണ്ടായ സന്തതി വേണമെങ്കിൽ പറയാം. രസമുണ്ടാ? നല്ല രസമുണ്ട്. പഠിച്ചോ നീ? നല്ല ഇത് രസമുണ്ട്. ഇത് നല്ല രസമുണ്ട് കേട്ടോ. ധൈര്യമായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയോ. ഉണ്ടാക്കാണ്ട, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ വിചാരിച്ചു ഇതിനെ ചുരുട്ടാൻ പാടാന്ന്. പക്ഷെ മധുരം ഇങ്ങനത്തെ സാധനങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. അവനിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, അവൻ്റെ നിൽപ്പ് കണ്ടറിയാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. എന്നിട്ടാ നിങ്ങൾ തമ്മിലൊരു ലാംഗ്വേജ്, വേറൊരു തരം ഭാഷ. നല്ല രസമുണ്ട് കേട്ടോ. പറഞ്ഞെടുത്ത് കഴിച്ചു നോക്കിയടാ. നീ വേണ്ടാന്ന് പറയുള്ളൂ. ഇത് രസമുണ്ടടാ, കഴിച്ചു നോക്ക്. ഒരു തുണ്ട് കഴിച്ചു നോക്ക്, എന്നിട്ട് പറയും. കഴിച്ചു നോക്കിട്ട് പറയും. കഴിക്കണേലും മുന്നേ നിങ്ങൾ വിധി എഴുതല്ലേ. ഇത് മധുരം അധികം ഇല്ല. ഞാൻ പറഞ്ഞില്ല, ആ ശർക്കര പൊടിക്ക് മധുരം കുറവാ. കുയിലിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ കലക്കിട്ട് പറ്റാ. അപ്പോൾ നമുക്ക് നിർത്താം. നല്ല രസമുണ്ട്. നമസ്കാരം.